നമസ്കാരം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾ മറ്റു വല്ല വ്യക്തികളുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് അറിയണോ? അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അതിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമാക്കി മനസ്സിലാക്കാൻ പറ്റും ആ വ്യക്തിക്ക് മറ്റ് വ്യക്തികളുമായിട്ട് ബന്ധമുണ്ടോ, നമ്മളോട് കാണിക്കുന്നതെല്ലാം കപട സ്നേഹമാണോ, വേറെ ആളുകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ സ്വാധീനം ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ആ വ്യക്തി നമ്മളോട് കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥതായിരിക്കില്ല. തുടക്കത്തിലൊക്കെ നല്ല സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടെങ്കിലും പതുക്കെ പതുക്കെ അത് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. നമ്മളിൽ നിന്ന് അകന്നകന്ന് അത് പോകും. ആദ്യത്തിൽ കാണിച്ചിരുന്ന ആ ഒരു സ്നേഹവും കരുതലും ഒന്നും പിന്നീടുണ്ടാവില്ല എന്ന് മാത്രമല്ല, നമ്മളെ കുറ്റപ്പെടുത്താനും തുടങ്ങും. പല കാര്യങ്ങളും നമ്മളോട് ദേഷ്യപ്പെടാനും തുടങ്ങും. അത് മറ്റ് ബന്ധങ്ങളോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ സ്വാധീനമോ ആ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത്. അപ്പോൾ ഇങ്ങനെ പെരുമാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. എപ്പോഴും ഒരേ ചിന്ത, ഇതേ ചിന്തയായിരിക്കും മനസ്സിൽ. അത് കാരണം ഒരു ജോലി ചെയ്യാനോ ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ മറ്റൊരു കാര്യങ്ങളിലേക്കും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള വ്യക്തികൾ തുടക്കത്തിൽ കാണിക്കുന്ന ആ സ്നേഹം കപടമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് തന്നെ കുറേ വൈകിയായിരിക്കും. അത് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന്, അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കാനുണ്ടെങ്കിൽ അത് നേടിയെടുക്കുന്നവരെ നല്ല സ്നേഹത്തോടെ ആയിരിക്കും നമ്മളെപ്പോഴും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കും, മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് ദിവസവും മിനിമം 10 പ്രാവശ്യമെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് അവരുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പിന്നാലെ പുറകെ ചെല്ലേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ അവരകന്നകന്ന് പോവുകയും ചെയ്യും. അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ കാലിൻ്റെ ചുവട്ടിൽ നിർത്തണമെങ്കിൽ ഒരിക്കലും വിട്ടുപോകാത്ത പോലെ നമ്മുടെ കൂടെ തന്നെ നിർത്താൻ നമുക്ക് കഴിയും. അങ്ങനെ നിൽക്കുമ്പോഴാണ്, ഇങ്ങനെയുള്ള വ്യക്തികൾ അങ്ങനെ നമ്മുടെ കൂടെ വന്ന് നിൽക്കുമ്പോഴാണ് മാനസികമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അല്ലെങ്കിൽ എപ്പോഴും ഇതേ ചിന്തയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് അവരെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.